പരസ്പരം ആക്രമണം തുടരുകയാണ്. പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറെ ബെയ്റൂട്ടിൽ വധിച്ചു ഇസ്രയേൽ എന്ന വാർത്തയുണ്ട്. അതായത് ഇസ്രയേലിനെ വളഞ്ഞ് ആക്രമിക്കുന്നു ഇറാൻ എന്ന വാർത്തയും വരുന്നു. ഹൂത്തികളും ഹിസ്ബുള്ളയും യോജിച്ച് ആക്രമിക്കുന്നു എന്നാണല്ലോ വിവരം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അമേരിക്ക പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോഴും ഇസ്രായേൽ പിൻവാങ്ങുന്നില്ല. ഇസ്രായേല് ടെഹ്റാനിലും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തിരിച്ചടി നടക്കുകയാണ്. അമേരിക്കയുടെ ഫോഴ്സ് തന്നെ ഇസഫഹാനിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് അവിടുത്തെ ആയുധപ്പുര, ഇറാന്റെ ആയുധപ്പുര തകർത്തതിന്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാൻ ഇസ്രായേലിലേക്കും ഇസ്രായേൽ തിരിച്ചും. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് അടക്കം ഹൈഫയിലെ തീരദേശ നഗരത്തിലെ റിഫൈനറികളും എണ്ണയൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെസ്ബുള്ളയുടെ ആക്രമണം വളഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു ഭാഗത്തുനിന്ന്, മറുഭാഗത്ത് ലെബനിൽ നിന്ന് ഹെസ്ബുള്ള, അപ്പുറത്ത് യമനിൽ നിന്ന് ഹൂതികൾ ഈ ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം നടക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് SKN ആദ്യമായിട്ട് വലിയ രീതിയിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരാജയപ്പെട്ടിരിക്കുന്നു, ഇയാളെ എല്ലാം ഇപ്പൊ കൊണ്ടുവരും, കൺട്രോളിലാണെന്ന് പറഞ്ഞിട്ട് ഇസ്രായേല് ഇപ്പൊ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. അതുകൊണ്ട് ഇയാൾ ഫെയിൽ ചെയ്തിരിക്കുന്നു, ഇയാൾ മാറണം, ഇസ്രായേൽ പുതിയ ഭരണം വരണമെന്ന് ഇസ്രായേലിന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന അവസ്ഥയിലേക്കാണ്. പാകിസ്ഥാനെ ഇടപെടിപ്പിച്ച് അമേരിക്ക എങ്ങനെയെങ്കിലും തലയൂരാൻ നോക്കുന്നുണ്ട് SKN. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിനിടയില് ആണ് ബെയ്റൂട്ടില് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തില് ഹെസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. നമ്മൾ കേട്ടത് 24 ന്യൂസ് ആണോ, AI അല്ല. എന്ത് ഇസ്രായേലിനെ പറ്റി എന്ത് പറയുകയാണെങ്കിലും അമേരിക്കനെ പറ്റി എന്ത് പറയുകയാണെങ്കിലും അത് AI ആണ് എന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ കുരു പൊട്ടിവിടാണ് വരിക. അപ്പം അങ്ങനെ പൊട്ടി ഒലിക്കേണ്ട ഒരു AI അല്ല എന്ന് ഞാൻ മുൻകൂറായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കൻ്റെ ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് ഈ കേട്ടത് നമ്മൾ. കാരണം ഇസ്രായേലിൽ ഒന്നും ഇല്ലാത്ത കണ്ടീഷനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പറ്റ തരിപ്പണമായി, ഗസനെ കാണാൻ കൂടുതൽ തരിപ്പണമായിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് പറഞ്ഞത്. കാരണം എണ്ണം ഇല്ലാത്ത രീതിയിൽ ഇറാന്റെ മിസൈലുകൾ ഇങ്ങനെ ചെന്ന് അടിഞ്ഞു കൂടുകയാണ് അവിടെ. അപ്പോൾ അത് തടയാനാണെങ്കിലോ അവരെ അയൺ ഡോമിനൊന്നും സാധിക്കുന്നുമില്ല. അത് വെറും ഒരു ടോമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ അറിയുമോ, ഈ ലോകം പറയുന്ന ആ ലെവലിൽ എന്നും ഒരു പിന്നെ രാജാവായി നടക്കുക, മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറയുന്നത് ശരിയില്ലല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ അമേരിക്ക ഈ ലെവലിൽ എത്തി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, കുറേ ആളുകളെ കുരു പൊട്ടൽ നിർത്താൻ വേണ്ടിയാണ്. കാരണം ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഈ നീചന്മാരായ അമേരിക്കക്കും ഇസ്രായേലിനും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നീതി എന്താണ് അനീതി എന്താണ് എന്ന് ആ ആളുകൾക്കറിയില്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വശം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം അവർക്ക് നീതി എന്താണ് എന്ന് ദൈവം തമ്പുരാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇസ്രായേലിനും പിന്നെ അമേരിക്കക്കും നീതി എന്താണ് അനീതി എന്താണ് എന്ന് അവർക്ക് തന്നെ ഇന്ന് ദൈവം തമ്പുരാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അറബ് രാജ്യങ്ങളും ഈമാനില്ലാത്ത ഒരു തരം ഈ ചീഞ്ഞലിഞ്ഞ സാധനങ്ങളാണ് എന്നത് പറയാതെ വയ്യ. കാരണം സൗദി അറേബ്യ ആവട്ടെ, ഖത്തർ ആവട്ടെ, ഒമാൻ ആവട്ടെ, പിന്നെ അതുപോലുള്ള അറബ് രാജ്യങ്ങളും അവർക്കും ഇച്ഛാശക്തിയില്ല. ഇച്ഛാശക്തി ഇല്ലാതെ ദുർബലരായ ഒരു കൂട്ടം ജനതയാണ് ഇന്ന് അറബികൾ എന്നാണ്. ആ നാട്ടിൽ സൗദി അറേബ്യയിൽ വന്നിട്ടാണ് അള്ളാന്റെ റസൂല് ഈ ജീവിച്ചതും വഫാത്തായതും, സഹാബാക്കളും ജീവിച്ചതും വഫാത്തായതും സൗദി അറേബ്യയിലാണ്. ആ സൗദി അറേബ്യക്ക് പോലും ഇല്ല ഇച്ഛാശക്തി എന്നുള്ളതാണ്. കാരണം ദുർബല. അമേരിക്ക മുള്ളണ്ടെന്ന് പറഞ്ഞാൽ മുള്ളൂല, മുള്ളിക്കോ എന്ന് പറഞ്ഞാൽ മുള്ളും, ഇങ്ങടി ആട് എന്ന് പറഞ്ഞാൽ അങ്ങടി ആട് എന്ന് പറഞ്ഞാൽ അതും ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു തരം ഈ ജീർണിച്ച ജീവികളാണ് സൗദി അറേബ്യ വരെ എന്നത് പറയാതെ വയ്യ. കാരണം എന്ന് പറയുകയാണെങ്കിൽ അത്രമാത്രം അതമ്പതിച്ചു പോയി അവരും. കാരണം ഒരു ഇച്ഛാശക്തി ഇല്ലല്ലോ അവർക്ക്. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ രണ്ട് ചിഹ്നങ്ങൾ സ്ഥിതി ചെയ്യുന്നതും പിന്നെ ഈ സൗദി അറേബ്യയിലാണ്. എന്നിട്ട് പോലും അവർക്ക് ഇച്ഛാശക്തിയില്ല, ആ ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഏതായാലും ഇറാന്റെ മുന്നിൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പൊ പതറി എന്നത് ഒരു യഥാർത്ഥ സത്യം തന്നെയാണ്. നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. കാരണം എന്ന് പറയാൻ എന്താ പറയുക, ഒരുപാട് നിരപരാധികളെ കൊന്ന തെമ്മാടികളാണ് ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇത്രമാത്രം നമ്മൾ എതിർക്കാനും കാരണം ഏതൊരു നിരപരാധിയെ കൊന്ന ആളുകളോടും നമ്മൾ കാണിക്കുന്ന സമീപനം ഇങ്ങനെ തന്നെയാണ് എന്നതാണ് യഥാർത്ഥ സത്യം. അത് ആരാവട്ടെ, ഇന്ത്യയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഇസ്രായേലിലാവട്ടെ, മറ്റുള്ള ഏത് രാജ്യങ്ങളിലാവട്ടെ, നിരപരാധികളെ കൊല്ലുന്നുണ്ടോ, ആ നിരപരാധികളെ ആക്രമിക്കുന്നുണ്ടോ, ആ ആക്രമിക്കുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന സമീപനം ഇത് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അതിനാണ് മനുഷ്യരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും അമേരിക്കക്ക് മതിയായി എന്നുള്ളതാണ്. എന്തൊക്കെ കൊക്കയും കൊടച്ചക്രവും പിന്നെ സ്പൈഡർ മാനും
പിന്നെ കാറ്റിൽ പറത്തിക്കുന്ന ആളുകളും പിന്നെ ഭൂഗർഭ മിസൈലുകളും ബോംബറും അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതൊക്കെ ദൈവം തമ്പുരാന്റെ ഒരു നിശ്ചയിച്ച കഥകൾ തന്നെയാണ്, അനുഭവിച്ച് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് സന്തോഷിക്കാനുള്ള ഏകദേശം കാര്യങ്ങൾ ആയി കിട്ടി. അത് ഇറാനെ കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കാനുള്ള ഇടം കിട്ടിയത് എന്നുള്ളതാണ്. അതിന് ഇറാൻ ഒരു നല്ലൊരു ബിഗ് സല്യൂട്ടും കൊടുക്കുക. കാരണം പറയുകയാണെങ്കിൽ എന്താ അറിയോ, അത്ര മാത്രം പാലും വെള്ളത്തിൽ പണി കൊടുത്തിട്ടുണ്ട് ഇറാന് അമേരിക്കക്കും ഇസ്രായേലിനും. ഇറാനും കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതിന് ഒത്ത രീതിയിൽ തന്നെ തിരിച്ച് അങ്ങോട്ടും അമേരിക്കന്റെ ബേസുകളിലേക്കും ഇസ്രായേലിലേക്കും കൊടുത്തിട്ടുണ്ട് എന്നതിലാണ് സന്തോഷിക്കുന്നത്. ഒരാൾ മരിച്ചാലും അപ്പുറത്ത് ഒരാൾ മരിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ എന്താ അറിയോ, അത്രമാത്രം നീചന്മാരാണ് ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെ എത്ര കുരുന്നുകളാണ് കൊന്നൊടുക്കിയത് നമുക്ക് തന്നെ ആലോചിക്കാമല്ലോ. അപ്പൊ ഇതിനൊക്കെ ഈ പിന്നെ ഒത്തേന് മുട്ടുന്ന കുറച്ച് ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഇവിടെ കുറച്ച് ആളുകളുണ്ട്, കുറെ വാണങ്ങൾ, ആ വാണങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇതിപ്പം ന്യൂസ് കേൾക്കാനിട്ട് എല്ലാവർക്കും പിന്നെ യൂട്യൂബിൽ തന്നെ കേൾക്കാവുന്നതാണ് ന്യൂസുകൾ. അത് ന്യൂസ് കേൾക്കാത്തത് കൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കുറച്ച് വാണങ്ങൾക്ക് കുറച്ചൊന്ന് ഈ അടിച്ച് ഫിറ്റായ മന്ദപ്പേ അതൊന്നാണ്ട് വിടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയും പറയാനുള്ള വിധി ദൈവം തമ്പുരാൻ തരട്ടെ നമുക്ക് എന്ന്, സന്തോഷിക്കാനുള്ള വിധി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.